ബഹ്റൈൻ പ്രവാസ ജീവിതത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി വിഷൻ അറേബ്യയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ കഴിഞ്ഞ വാരത്തെ വിശേഷങ്ങളിലേക്ക്. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ കേരളപ്പിറവിയോടനുബന്ധിച്ച് മലയാളം വാരാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത നോവലിസ്റ്റും സാഹിത്യ മേഖലകളിൽ ശ്രദ്ധേയനുമായ ജോർജ് ഓണക്കൂർ ആയിരുന്നു മുഖ്യാതിഥി. എല്ലാവരും ആവർത്തിച്ചു പറയാറുള്ള ഒരു കാര്യമുണ്ട്, മലയാളം മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. വായന മരിച്ചുകൊണ്ടിരിക്കുക, ധാരാളം കേൾക്കുന്ന പ്രയോഗങ്ങളാണ് മരണത്തെക്കുറിച്ചുള്ള ഈ വൃത്താന്തങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. UAE എക്സ്ചേഞ്ച് ഗോൾഡ് കാർഡ് ഉടമകൾക്ക് മുഹറഖ് അൽ ഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് പുതിയ പദ്ധതി ഏർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് UAE എക്സ്ചേഞ്ചും അൽ ഹിലാൽ ആശുപത്രിയും തമ്മിൽ ധാരണയിലെത്തി. UAE എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് ദീപക് നായർ, അൽ ഹിലാൽ ഹോസ്പിറ്റൽ സർവീസ് മാനേജർ ആസിഫ് മുഹമ്മദും തമ്മിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇതനുസരിച്ച് UAE എക്സ്ചേഞ്ച് ഗോൾഡ് കാർഡ് ഉടമകൾക്ക് അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. കാർഡുമായി വരുന്നവർക്ക് 40% ആനുകൂല്യം ലഭ്യമാകും. ഇതിനു പുറമെ ഗോൾഡ് കാർഡ് ഉടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകുമെന്ന് UAE എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് ദീപക് നായർ പറഞ്ഞു. UAE എക്സ്ചേഞ്ച് ഉപഭോക്താക്കൾക്ക് അപകടമരണം സംഭവിച്ചാൽ അവർ നേരത്തെ നാട്ടിലേക്ക് അയച്ച സംഖ്യയുടെ അനുപാതമനുസരിച്ച് 2000 ദിനാർ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കും. വളരെ സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇത് ഏറെ പ്രയോജനപ്പെടും. സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവിയോടനുബന്ധിച്ച് നടത്തിയ കുട്ടികളുടെ നാടകമായ ദരിദ്രവാസി ഏറെ ശ്രദ്ധേയമായി. കുട്ടികളുടെ നാടകരചയിതാവായ തുപ്പേട്ടൻ എന്നറിയപ്പെടുന്ന പാഞ്ഞാൾ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് നാടകത്തിന്റെ രചയിതാവ്. കേരളത്തിലെ നിരവധി വേദികളിൽ അരങ്ങേറിയ നാടകമാണ് ദരിദ്രവാസി. ബഹ്റൈനിലെ നാടക പ്രവർത്തകനായ ദിനേശ് കുറ്റിയിലാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. നാടോടി കഥകളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ നാടകം പണാധിപത്യ സമൂഹത്തിലെ അധിനിവേശ സംസ്കാരത്തെ കൂട്ടുപിടിച്ച് മണ്ണിനെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന തിന്മകളെ തുറന്നു കാട്ടുന്നു. 30ഓളം കുട്ടികളുടെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ നാടകം അരങ്ങേറിയത്. ബഹ്റൈൻ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന് കേരളീയ സമാജത്തിൽ തുടക്കം കുറിച്ചു. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷനുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത്. UAE എക്സ്ചേഞ്ച് മുഖ്യ പ്രായോജകരാകുന്ന ടൂർണമെന്റിന് ബഹ്റൈൻ ഇന്റർനാഷണൽ ചാലഞ്ച് 2012 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ മാസം 6 മുതൽ 10 വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. പുരുഷ വിഭാഗം സിംഗിൾസ്, ഡബിൾസ്, വനിതാ വിഭാഗം സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് തുടങ്ങി 5 വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. $10,000 ആണ് സമ്മാനമായി നൽകുന്നത്. 25ഓളം രാജ്യങ്ങളിൽ നിന്ന് 100ഓളം കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ബഹ്റൈനിലെ സംഗീത പ്രേമികളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഇന്ത്യൻ സംഗീതത്തിന്റെ പുതിയ മുഖമായ ശ്രേയ ഘോഷൽ നടത്തിയ സംഗീത വിരുന്ന് പുതിയ അനുഭവമായി. ആദ്യമായാണ് ശ്രേയ ഘോഷൽ ബഹ്റൈനിലെത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗണ്ട് എഞ്ചിനീയർമാരും ദീപ സംവിധായകരുമാണ് പരിപാടി നിയന്ത്രിച്ചത്. The Indian School proudly presents ISB Mega Fair and Food Festival 2012. Have a fun-filled day with your family on the 15th and 16th of November from 5:30 to 10:30 at Isa Town campus. Do come in and enjoy the day. Mega Prize Toyota Camry,
other exciting prizes awaiting you. ISD Mega Fair and Food Festival 2012. Trust across generations. UAE Exchange, world's trusted money transferer. രുചിയേറും വിഭവങ്ങളുമായി കൂടുതൽ സൗകര്യങ്ങളോടെ സൗത്ത് പാർക്ക് റെസ്റ്റോറന്റ് നിങ്ങളെ വരവേൽക്കുന്നു. കലാപരിപാടികൾക്കും മറ്റ് പൊതുസമ്മേളനങ്ങൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ച 400 പേർക്കിരിക്കാവുന്ന പ്രിയദർശിനി ഓഡിറ്റോറിയം വിത്ത് സ്റ്റേജ്, 200ഓളം പേർക്കിരിക്കാവുന്ന ദർബാർ ഹാൾ, 50 പേർക്കിരിക്കാവുന്ന എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ സൗത്ത് പാർക്കിന്റെ മാത്രം പ്രത്യേകതകൾ. നിങ്ങളുടെ ഒത്തുചേരലുകളെ അവിസ്മരണീയമാക്കുവാൻ സൗത്ത് പാർക്ക് എന്നും നിങ്ങളോടൊപ്പം. സൗത്ത് പാർക്ക് റെസ്റ്റോറന്റ്, ഗുദേബിയ. കോൺടാക്ട് ടെലിഫോൺ നമ്പർ 17243900. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റിവലിൽ നിരവധി പ്രതിഭകളാണ് തങ്ങളുടെ കഴിവുകൾ മാറ്റുരച്ചത്. യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. 91 വ്യക്തിഗത ഇനങ്ങൾ, 30 ഗ്രൂപ്പായി നടന്ന മത്സരത്തിൽ 4000ഓളം കുട്ടികളാണ് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചത്. ആര്യഭട്ട, JC ബോസ്, CV രാമൻ, വിക്രം സാരാഭായ് എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളിലായാണ് വിദ്യാർത്ഥികൾ മത്സരിച്ചത്. زعلان اللي تعبان اللي برا